നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ KPCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് തിരുത്തി. അടുത്ത മാസത്തോടെ മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകൂ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ മാസം 20-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് KPCC പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിനിടെ മത്സരിക്കാനില്ലെന്ന നിലപാട് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. AICC നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷം ഡൽഹിയിലാണ് KPCC അധ്യക്ഷൻ ഈ പ്രഖ്യാപനം നടത്തിയത്. പതിവിന് വിപരീതമായി ഇത്തവണ നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഈ പ്രഖ്യാപനം നടപ്പിലാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള പ്രപ്പോസൽസ് 25-നോളം കൊടുക്കണമെന്നാണ് AICC നിർദ്ദേശിച്ചിട്ടുള്ളത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഈ മാസം 28-നാണ് സമാപിക്കുന്നത്. ഇതിനുശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഗൗരവ ചർച്ചകൾ തുടങ്ങൂ. ഇതിനിടെയാണ് മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി വീണ്ടും സൂചന നൽകിയത്. കോൺഗ്രസിനും UDFനും ജനസമ്മതിയുള്ള, കഴിവുള്ള, അർഹതയുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്. അപ്പോൾ MLA ആയ ഞാൻ വന്ന് മത്സരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമില്ല. അതെ, അത് പിന്നെ ഏത് കാര്യത്തിലും അവസാന വാക്ക് ഉണ്ടല്ലോ. ഘടകകക്ഷികൾക്ക് സീറ്റ് കൂടുതൽ ആവശ്യപ്പെടാം. ഇന്ന് സീറ്റ് ഇല്ലാത്ത കക്ഷികൾക്ക് പിന്നെ പുതിയതായിട്ട് ആവശ്യപ്പെടാം. അതൊന്നും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലെത്തും. മത്സരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നായിരുന്നു സുധീരന്റെയും ഉമ്മൻചാണ്ടിയുടെയും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള മുല്ലപ്പള്ളിയുടെ പ്രതികരണം. സുധീരൻ മത്സരിച്ചാൽ സ്വാഗതം ചെയ്യുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ തിരിച്ചടി കൂടി തിരിച്ചറിഞ്ഞാണ് KPCCയുടെ തീരുമാനം. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന എതിർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ മറ്റു മുന്നണികൾക്ക് ഇത് സഹായമാവും. ഒപ്പം സ്ഥാനാർത്ഥിമുഖികളായവർ അവസാന നിമിഷം വരെ കലാപമുണ്ടാക്കാനുള്ള സാധ്യതയും കോൺഗ്രസ് മുന്നിൽ കാണുന്നു. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റിൽ PJ ജോസഫ് മത്സരിക്കണമെന്ന് മോൻസ് ജോസഫ്. 2 സീറ്റ് എന്ന നിലപാടിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മോൻസ് ആവശ്യപ്പെട്ടു. 18 നടക്കുന്ന UDF ചർച്ചയ്ക്ക് ശേഷം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ജോസഫ് വിഭാഗം പാർട്ടി വിടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൂചന. PJ ജോസഫിന് KM മാണിയോട് പറയാനുള്ള കാര്യങ്ങളാണ് മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ജോസഫിന്റെ ജയസാധ്യത ചൂണ്ടിക്കാട്ടിയാണ് മോൻസ് പുതിയ ആവശ്യം മുന്നോട്ട് വെച്ചത്. പ്രധാന നേതാവ് എന്ന നിലയിൽ PJ ജോസഫ് സാറ് പിന്നെ മത്സരിക്കേണ്ടത് ജയിക്കാൻ ആവശ്യമാണ് എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കേണ്ട വിഷയമാണ്. കോൺഗ്രസ് എത്ര സീറ്റ് നൽകിയാലും പ്രഥമ പരിഗണന ജോസഫ് വിഭാഗത്തിന് നൽകണമെന്ന അവകാശവാദവും മോൻസ് ജോസഫ് നടത്തി. ജോസ് കെ മാണിയുടെ രാജ്യസഭാ പ്രവേശത്തിന്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ അവകാശവാദം. കോട്ടയം പിന്നെ പ്ലസ് ഇടുക്കി ആ 2 സീറ്റും പാർട്ടിക്ക് ഒന്നിച്ച് കിട്ടണമെന്നുള്ളതാണ്, അല്ല ഓരോരുത്തർക്കും ഓരോ സീറ്റ് എന്നുള്ളതല്ലോ. കോട്ടയം സീറ്റിൽ തന്റെ പേര് ഉയരുന്നതിനെ മോൻസ് ജോസഫ് പൂർണ്ണമായും തള്ളിക്കളയുന്നു. താൻ മത്സരത്തിനില്ല, പാർലമെന്റിലേക്ക് ഞാൻ മത്സരിക്കുന്നില്ല എന്ന നിലപാട് എനിക്കുണ്ട്. 18-ന് കോൺഗ്രസുമായി നടക്കുന്ന ചർച്ച ഇതോടെ നിർണായകമായി. 1 സീറ്റാണ് ലഭിക്കുന്നതെങ്കിൽ അത് PJ ജോസഫിന് എന്ന നിർദ്ദേശമാണ് ജോസഫ് വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. KM മാണി എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചായിരിക്കും രണ്ടിലയുടെ ഭാവി. ന്യൂസ് 18 കോട്ടയം. LDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിറ്റിംഗ് MPമാർക്ക് പ്രത്യേക പരിഗണന നൽകില്ല എന്ന് മുന്നണി കൺവീനർ A. വിജയരാഘവൻ. മുൻ MPമാർക്കും പ്രത്യേക പരിഗണന ഉണ്ടാകില്ല. ജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കുകയെന്ന് വിജയരാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. നിയോജക മണ്ഡലങ്ങളുടെ സാധ്യത നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. സ്ഥാനാർത്ഥി നിർണയം 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യതയ്ക്കാണ് മുൻകൈ നൽകുക. അത് സിറ്റിംഗ് MP അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള MP എന്നുള്ള നിലയ്ക്കല്ല. ഓരോ നിയോജകമണ്ഡലത്തിൻ്റെയും സാധ്യതകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അർഹമായ പരിഗണന ഈ ചർച്ചകളും എല്ലാ കാര്യങ്ങളിലും സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. നമുക്ക് മുന്നണിയുടെ പൊതുമുന്നേറ്റത്തിന് സഹായകരമായ രൂപത്തിലുള്ള സീറ്റ് വിഭജനവും ഒരു സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറാക്കുക എന്നുള്ള നിലയിൽ അത് പൂർത്തീകരിക്കണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണിയുടെ കേരള സംരക്ഷണ യാത്രയ്ക്ക് ഇന്ന് തുടക്കം. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്ത് ആരംഭിക്കുക. തെക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടകൻ സിപിഐ അഖിലേന്ത്യാ സെക്രട്ടറി സുധാകർ റെഡ്ഡിയാണ്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ 16-ന് കാസർകോട്ട് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഇരു ജാഥകളും അടുത്ത മാസം 2-ന് മഹാറാലിയോടെ തൃശൂരിൽ സമാപിക്കും. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ വിശദീകരിക്കാനുള്ള അവസരം കൂടിയാകും കേരള സംരക്ഷണ യാത്ര. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനില്ലെന്ന തീരുമാനം തുഷാർ BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. NDA കൺവീനർ എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മാറി നിൽക്കുന്നതെന്ന് തുഷാർ പറയുമ്പോഴും ജയസാധ്യതക്കുറവും SNDPയുടെ വിയോജിപ്പുമാണ് കാരണമെന്നാണ് സൂചന. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ തൃശൂർ വിട്ടുനൽകാമെന്നായിരുന്നു BJP നിലപാട്. ആദ്യഘട്ടം മുതൽ BJP സംസ്ഥാന നേതൃത്വം തുഷാർ മത്സരരംഗത്തുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആവശ്യം തള്ളിയാണ് BDJS അധ്യക്ഷൻ മത്സരിക്കാനില്ലെന്ന് BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. NDA കൺവീനർ എന്ന നിലയിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുകയാണ് ലക്ഷ്യമെന്ന് തുഷാർ ന്യൂസ് 18നോട് പറഞ്ഞു. സംഘടനാ ചുമതല ഉള്ളതുകൊണ്ട് മത്സരരംഗത്ത് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് NDA സ്ഥാനാർത്ഥിയാണ്. ജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മത്സരിക്കാൻ പോയാൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലുള്ള കോൺസെൻട്രേഷൻ ഇങ്ങോട്ടേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള നിയോജകമണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ അത് ബാധിക്കും. തുഷാർ മത്സരിക്കേണ്ടതില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. SNDPയിലെ വിയോജിപ്പും ജയസാധ്യത ഇല്ലാത്തതുമാണ് മത്സരരംഗത്ത് നിന്ന് തുഷാറിനെ പിന്നോട്ട് നയിക്കുന്നത്. മത്സരിക്കാനില്ലെന്ന് തുഷാർ BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതോടെ കേരള ഘടകവുമായുള്ള ഐക്യമില്ലായ്മയും പ്രകടമായിരിക്കുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കില്ല. ഉത്തർപ്രദേശിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. റായ്ബറേലിയിൽ സോണിയാഗാന്ധി തന്നെയാകും മത്സരിക്കുക. മുന്നണിയുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കൂടിയാലോചന പ്രതിപക്ഷ പാർട്ടികൾ തുടങ്ങി. ഈ തിരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയ്ക്ക് വോട്ട് ചോദിക്കാനില്ലെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. 2 മണ്ഡലങ്ങളിലാണ് പ്രിയങ്കയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നത്. നെഹ്റുവിന്റെ മണ്ഡലമായിരുന്ന ഫൂൽപൂരിലും ലക്നൌവിലും. മത്സരിച്ചാൽ ഒരു മണ്ഡലത്തിൽ മാത്രം പ്രിയങ്കയുടെ പ്രവർത്തനം ഒതുങ്ങുമെന്ന വിലയിരുത്തലിൽ കൂടിയാണ് തീരുമാനം. പ്രിയങ്ക പിന്മാറിയതോടെ റായ്ബറേലിയിൽ 5-ാം തവണയും സോണിയാഗാന്ധി മത്സരിക്കാൻ സാധ്യതയേറി. അതേസമയം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ BJP വിരുദ്ധ സഖ്യത്തിനായി പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകൾ സജീവമാക്കി. സഖ്യ ചർച്ചകൾ ഉടൻ ഫലം കാണുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. नेशनल लेवल है हम लोग एक साथ में काम करेंगे. तीसरी बात यह है हम लोग कॉमन मिनिमम एजेंडा प्रोग्राम हम लोग तैयार करेंगे. चौथी बात यह है कि हम लोगों ने प्री पोल अलायंस कर लेंगे जैसे इलेक्शन का बाद कोई दिक्कत ना हो. ഇന്നലെ ഡൽഹിയിൽ ശരത് പവാറിന്റെ വസതിയിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, ഫറൂഖ് അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ഡൽഹി. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ NSSന്റെയും തന്ത്രിയുടെയും വാദങ്ങൾക്ക് മറുപടി എഴുതി നൽകി സംസ്ഥാന സർക്കാർ. യുവതികളുടെ സാന്നിധ്യം ശബരിമലയിലെ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധിക്കില്ലെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. വാദങ്ങൾ എഴുതി നൽകാൻ കോടതി അനുവദിച്ച സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ പുനഃപരിശോധനാ ഹർജിയിൽ വിധി ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അഭിഭാഷകർ. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ വിധി പറയാൻ മാറ്റിയ ശേഷം വാദങ്ങൾ എഴുതി നൽകാൻ കോടതി അനുവദിച്ച 7 ദിവസത്തെ സമയം ഇന്നലെയാണ് അവസാനിച്ചത്. NSS തന്ത്രി കണ്ഠരര് രാജീവർ എന്നിവർ നൽകിയ പുനഃപരിശോധനാ ഹർജികളെ ശക്തമായി എതിർത്ത് 2 സെറ്റ് വാദങ്ങളാണ് സർക്കാർ നൽകിയത്. യുവതികളുടെ സാന്നിധ്യം ശബരിമലയിലെ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധിക്കില്ലെന്ന് സർക്കാർ. ബാധിക്കുമെന്ന വാദം സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ്. 10 വയസ്സുള്ള പെൺകുട്ടി പോലും അയ്യപ്പന്റെ ബ്രഹ്മചര്യം ഇല്ലാതാക്കുമെന്ന വാദം അംഗീകരിക്കാനാകില്ല. 2007 വരെ 35 വയസ്സ് കഴിഞ്ഞ യുവതികൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകാമായിരുന്നു. 2007 ഇത് 60 വയസ്സായി ഉയർത്തിയത്. 35 വയസ്സുള്ള യുവതിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകാമെങ്കിൽ ശബരിമലയിൽ പ്രവേശിക്കുകയും ചെയ്യാം. യുവതികളെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അയ്യപ്പ ആരാധനയുടെ അനിവാര്യ ഘടകമല്ല. 100 കണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ യുവതികൾക്ക് പ്രവേശിക്കാം. യുവതികൾക്ക് വിലക്കുള്ളത് ശബരിമലയിൽ മാത്രമാണെന്നും സർക്കാർ വാദിക്കുന്നു. പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുന്നതും അനുകൂലിക്കുന്നതുമായ വ്യക്തികളും സംഘടനകളും വാദങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. ഇത് പരിശോധിച്ച് കോടതി അടുത്തയാഴ്ച വിധി പ്രസ്താവിക്കുമോ എന്നാണ് അഭിഭാഷകർ ഉറ്റുനോക്കുന്നത്. ഡൽഹിയിൽ നിന്നും
എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. കുംഭമാസ പൂജകൾക്കായി നട തുറന്ന് രണ്ടാം ദിവസവും തിരക്കൊഴിഞ്ഞ് സന്നിധാനം. 4000 തീർത്ഥാടകരാണ് ഇന്ന് ദർശനം നടത്തിയത്. 2 ദിവസത്തിനുള്ളിൽ 20,000 പേരാണ് തീർത്ഥാടനത്തിനെത്തിയത്. പോലീസിന്റെ കർശന നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ സുഗമമായ തീർത്ഥാടനമാണ് ഭക്തർക്ക് സാധ്യമാകുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യുവതികൾ ക്ഷേത്രത്തിലെത്തുന്നത് തടയാൻ വിവിധയിടങ്ങളിൽ സംഘപരിവാർ പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് തികഞ്ഞ ജാഗ്രതയിലാണ്. എസ് രാജേന്ദ്രൻ MLAയെ ശാസിച്ച് CPM. ദേവികുളം സബ് കളക്ടർ ഡോക്ടർ രേണു രാജിനെതിരെ മോശം പരാമർശം നടത്തിയ MLAയുടെ നടപടി അപക്വവും തെറ്റുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാജേന്ദ്രന്റെ ഭാഗത്തുള്ള നടപടി അപക്വമാണ്, തെറ്റാണ്. പാർട്ടി തലത്തിൽ രാജേന്ദ്രനെ പറ്റി പരിശോധിച്ച് ആവശ്യമായ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CBI കുറ്റപത്രത്തിനെതിരെ വിടുതൽ ഹർജി നൽകി P. ജയരാജനും TV. രാജേഷ് MLAയും. വിചാരണ CBI പ്രത്യേക കോടതിയിലേക്ക് മാറ്റണമെന്ന് CBI അഭിഭാഷകൻ കേസ് പരിഗണിക്കവേ ആവശ്യപ്പെട്ടു. P. ജയരാജൻ ഇന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായില്ല. P. ജയരാജനും TV. രാജേഷ് MLAയും ഉൾപ്പെടെയുള്ള 6 പ്രതികളാണ് ഷുക്കൂർ വധക്കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വിടുതൽ ഹർജി സമർപ്പിച്ചത്. CBI സമർപ്പിച്ച കുറ്റപത്രത്തിലെ ഗൂഢാലോചന നിലനിൽക്കില്ലെന്നാണ് വാദം. ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, അതായത് ഏത് കോടതിയിലാണ് വിചാരണ ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു തീരുമാനം 19-ന് കോടതി കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കേസ് CBI പ്രത്യേക കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു CBI അഭിഭാഷകന്റെ ആവശ്യം. ഈ ആവശ്യം നേരത്തെ കോടതി തള്ളിയതാണെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉൾപ്പെടെ 2 പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. കേസ് കോടതി ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. ഇമാം പീഡിപ്പിച്ചെന്ന് പെൺകുട്ടിയുടെ മൊഴി. പീഡിപ്പിച്ചില്ലെന്ന് ആദ്യം മൊഴി നൽകാൻ കാരണം അമ്മയെ ഭയന്നിട്ടാണെന്ന് പെൺകുട്ടി പറഞ്ഞതായും നെടുമങ്ങാട് DYSP പറഞ്ഞു. പെൺകുട്ടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും. സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ച ബന്ധുക്കൾക്കെതിരെയും കേസെടുക്കും. ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൌൺസിലിംഗിലാണ് പീഡനത്തിനിരയായതായി പെൺകുട്ടി മൊഴി നൽകിയത്. തുടർന്ന് വൈദ്യപരിശോധന നടത്തിയ ഡോക്ടറോടും സമാന മൊഴി പെൺകുട്ടി നൽകി. അമ്മയെ ഭയന്നിട്ടാണ് ആദ്യം പുറത്തു പറയാത്തത്. പെൺകുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ്. വിദേശത്തുള്ള പെൺകുട്ടിയുടെ പിതാവ് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹത്തിനൊപ്പമേ പെൺകുട്ടിയെ വിട്ടു നൽകൂ. പെൺകുട്ടിയുടെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമേ പ്രതി ഷഫീഖ് അൽ ഖാസിമിയുടെ അറസ്റ്റ് ഉണ്ടാകൂ. പ്രതിക്ക് ഞങ്ങൾ പിടിക്കാം, അതിലൊരു സംശയമൊന്നുമില്ല. ശരിയായ ഒരു എവിഡൻസ് വേണം, അതുകൂടാതെ ആളെ കിട്ടണം. സോ അത് ചില സമയത്ത് പെട്ടെന്ന് കിട്ടും. സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കളടക്കം കേസിൽ പ്രതിയായേക്കുമെന്നും പോലീസ് സൂചന നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ പ്രായപൂർത്തിയാകാത്ത 2 ആദിവാസി പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വെച്ചൂച്ചിറ സ്വദേശികളായ രജീഷ്, റോഷൻ, ജോബിൻ എന്നിവരാണ് പിടിയിലായത്. ഫോൺ വിളിച്ചുള്ള സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനം. പെൺകുട്ടികൾ 1-ലധികം തവണ പീഡനത്തിനിരയായതായും പോലീസ് പറയുന്നുണ്ട്. കേസിലെ 1-ാം പ്രതി ലാൽരാജ്, പെൺകുട്ടിയെ കയറ്റിക്കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവർ അമൽ എന്നിവരെ പിടികൂടാനായി. പ്രളയദുരിതത്തിൽ നിന്നും കരകയറാൻ വൃക്ക വിൽക്കാൻ ഒരുങ്ങി ഇടുക്കിയിലെ കർഷകൻ. സ്വന്തം വീടിന്റെ ചുമരിലാണ് ഇടുക്കി സ്വദേശി വൃക്ക വിൽക്കാനുണ്ടെന്ന് പരസ്യം എഴുതിവെച്ചത്. പ്രശ്നത്തെ ഗൌരവമായി കാണുമെന്നും സർക്കാർ എല്ലാ സഹായങ്ങളും നൽകുമെന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ഇടിഞ്ഞുപൊളിഞ്ഞ വീടിന്റെ ശേഷിക്കുന്ന ഭാഗത്താണ് ഈ ചുമരെഴുത്ത്. കൈക്കൂലി കൊടുക്കാത്തതിനാൽ ഒരു സഹായവും കിട്ടില്ല. ഇതിനാൽ വൃക്ക വിൽക്കുന്നുവെന്നാണ് ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി ജോസഫ് തണ്ണിക്കോട് വീടിന്റെ ചുമരിൽ എഴുതിയത്. വെള്ളത്തൂവൽ ടൗണിന് സമീപം പട്ടയമില്ലാത്ത 40 സെന്റിലാണ് ജോസഫും ഭാര്യ ആലിസും കഴിയുന്നത്. വീടിന് ചേർന്നുള്ള കടമുറികൾ വാടകയ്ക്ക് കൊടുത്തായിരുന്നു ജീവിതം. കനത്ത മഴയിൽ കടമുറികൾ തകർന്നു. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഭാര്യയുടെ സ്വർണം വിറ്റ് കിട്ടിയ 60,000 രൂപ കൊണ്ടാണ് മണ്ണ് മാറ്റിയത്. വീടിന്റെ പുനർനിർമ്മാണത്തിന് സഹായം തേടി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. 76-ാമത്തെ വയസ്സിൽ ഞാൻ പരാജയപ്പെടുകയാണ്. കൈക്കൂലി വേണേ കൊടുത്തേക്കാൻ ജീവിക്കാൻ വേണ്ടി, പക്ഷേ കൈക്കൂലി കൊടുക്കാനൊന്നുമില്ല. ഉണ്ടായിരുന്ന സ്വർണം വിറ്റ് മണ്ണ് മാറ്റി. ഇനിയിപ്പോൾ വിൽക്കാനുള്ളത് ആകെ വൃക്ക മാത്രമാണ്. ഒരു വൃക്ക പോയാലും ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വൃക്ക വിറ്റ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുത്തേക്കാം എന്നങ്ങ് തീരുമാനിച്ചതാണ് സത്യം. ജോസഫിന്റെ ദുരിതം ന്യൂസ് 18ലൂടെയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്നും ഇടുക്കിയിലെത്തിയ കൃഷിമന്ത്രി VS സുനിൽകുമാർ അറിയിച്ചു. അദ്ദേഹത്തിന് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുക്കും. അതിന് അദ്ദേഹം കിഡ്നി വിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് സർക്കാർ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളെല്ലാം സർക്കാർ കൊടുത്തിരിക്കും. അതിന് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ആവശ്യമില്ല. മേസ്ത്രി പണിക്കാരനായ ജോസഫ് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. രോഗിയായി ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെയാണ് നിത്യച്ചെലവ് പോലും ബുദ്ധിമുട്ടിലായത്.
ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഉച്ചവരെ 48% പോളിംഗ്. 30 വാർഡുകളിലായി 111 സ്ഥാനാർത്ഥികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ വാശിയേറിയ പോരാട്ടമാണ് എല്ലായിടത്തും. രാവിലെ പോളിംഗ് ആരംഭിച്ചതു മുതൽ എല്ലായിടത്തും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കെയുള്ള ഉപതെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും നിർണായകമാണ്. നിലവിൽ 30 വാർഡുകളിൽ 17 വാർഡുകൾ LDF-നൊപ്പവും 11 വാർഡുകൾ UDF-നൊപ്പവുമാണ്. 2 ഇടത്ത് സ്വതന്ത്രരും. വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്. നാളെയാണ് വോട്ടെണ്ണൽ. CPM വിട്ടുവന്ന RMP ആയി ഭരിക്കുന്ന ഒഞ്ചിയത്ത് ഭരണം നിർണ്ണയിക്കുക ഈ ഉപതെരഞ്ഞെടുപ്പാവും. ഒഞ്ചിയത്ത് ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് മാതൃകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RMP ആയി UDF-നെ പിന്തുണയ്ക്കുമെന്നും സൂചനയുണ്ട്. ജയിച്ചാൽ രക്തസാക്ഷി ഗ്രാമത്തിന്റെ ഭരണം CPM-ന് പിടിച്ചെടുക്കാം. കയ്യിലിരിക്കുന്ന പഞ്ചായത്ത് ഭരണം നഷ്ടമാവാതെ നോക്കേണ്ടത് RMP-യുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഒഞ്ചിയത്ത് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കേരളത്തിന്റെ വികസനത്തിനും പുനർനിർമ്മാണത്തിനും UAE എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൃഷി, ആരോഗ്യം, ഊർജ്ജം, ടൂറിസം എന്നീ മേഖലകളിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്നും UAE ഉപപ്രധാനമന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചു. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നിക്ഷേപ സാധ്യതകൾ പഠിക്കാൻ പ്രതിനിധി സംഘത്തെ കേരളത്തിലേക്ക് അയക്കുമെന്ന് ഷെയ്ഖ് അഹമ്മദ് അറിയിച്ചു. MA യൂസഫ് അലി, ഡോക്ടർ ആസാദ് മൂപ്പൻ തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് മുഖ്യമന്ത്രി അബുദാബിയിലെത്തിയത്. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഡൽഹി അഴിമതി വിരുദ്ധ ബ്യൂറോയും അന്വേഷണ കമ്മീഷനുകളും കേന്ദ്ര സർക്കാരിന് കീഴിലെന്ന് സുപ്രീം കോടതി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനവും വൈദ്യുതി നിരക്കും ഡൽഹി സർക്കാരിന്റെ അധികാരം. ഉദ്യോഗസ്ഥ നിയമനം, സ്ഥലംമാറ്റം എന്നിവയിൽ 2-അംഗ ബെഞ്ചിൽ ഭിന്നതയുണ്ടായതിനാൽ തീരുമാനം 3-അംഗ ബെഞ്ചിന് വിട്ടു. ഡൽഹി സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഭാഗിക ആശ്വാസം നൽകുന്നതാണ് അധികാര തർക്ക കേസിലെ സുപ്രീം കോടതി തീർപ്പ്. അഴിമതി വിരുദ്ധ ബ്യൂറോ, അന്വേഷണ കമ്മീഷനുകൾ എന്നിവ കേന്ദ്ര സർക്കാരിന് കീഴിൽ. അഴിമതി വിരുദ്ധ ബ്യൂറോ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കെതിരെ കേസെടുക്കാൻ ശ്രമിച്ച അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് കോടതി നടപടി. എന്നാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനവും വൈദ്യുതി നിരക്കും ഡൽഹി സർക്കാരിന്റെ അധികാര പരിധിയിൽ. 2-അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് AK സിക്രിയും ജസ്റ്റിസ് അശോക് ഭൂഷണും ഉദ്യോഗസ്ഥ നിയമനത്തിൽ വ്യത്യസ്ത വിധികൾ എഴുതി. IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ നിയമനം, സ്ഥലം മാറ്റം എന്നിവയിൽ ഡൽഹി സർക്കാരിന് യാതൊരുവിധ അധികാരവും ഇല്ലെന്നാണ് ജസ്റ്റിസ് അശോക് ഭൂഷന്റെ വിധി. അതേസമയം ജോയിന്റ് സെക്രട്ടറി റാങ്കിന് മുകളിൽ നിയമന, സ്ഥലംമാറ്റ അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്കും അതിന് താഴെ ഡൽഹി സർക്കാരിനുമാണ് എന്ന് ജസ്റ്റിസ് സിക്രി വിധിച്ചു. നിയമന വിഷയത്തിൽ 2-അംഗ ബെഞ്ചിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് 3-അംഗ ബെഞ്ച് അന്തിമ തീരുമാനമെടുക്കും. सुप्रीम कोर्ट की बहुत इज्जत करते हैं और पूरा मान सम्मान है हमारे मन में, लेकिन जजमेंट जो है वो दिल्ली के साथ और दिल्ली के लोगों के साथ बहुत बड़ा अन्याय है. ലഫ്റ്റനന്റ് ഗവർണർ പരമാധികാരി അല്ലെന്ന് വ്യക്തമാക്കിയാണ് നേരത്തെ ഭരണഘടനാ ബെഞ്ച് തർക്ക വിഷയങ്ങൾ 2 ജഡ്ജിമാരുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നത്. ന്യൂസ് 18 ഡൽഹി. അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഉത്തരവിൽ തിരിമറി നടത്തിയെന്നാരോപിച്ച് 2 ജീവനക്കാരെ സുപ്രീം കോടതി പിരിച്ചുവിട്ടു. കോർട്ട് മാസ്റ്റർമാരായ മാനവ് ശർമ്മ, തപൻകുമാർ ചക്രവർത്തി എന്നിവരെയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിരിച്ചുവിട്ടത്. പ്രത്യേക അധികാരം ഉപയോഗിച്ച് ചീഫ് ജസ്റ്റിസ് ഇന്നലെ രാത്രി ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു. സംഭവത്തിൽ അഭിഭാഷകരുടെ പങ്കും അന്വേഷിക്കാൻ ഉത്തരവിട്ടതായാണ് സൂചന. സംസ്ഥാനത്തെ നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ട്രഷറി നിയന്ത്രണം കാരണം ബില്ലുകൾ മാറാത്തതും സിമന്റ് വില വർധനയുമാണ് മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. നിയന്ത്രണം നീക്കിയില്ലെങ്കിൽ മാർച്ച് 1 മുതൽ പ്രവർത്തികൾ നിർത്തിവെക്കാനാണ് ഗവൺമെന്റ് കരാറുകാരുടെ തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി കാരണം ട്രഷറി നിയന്ത്രണം ആരംഭിച്ചിട്ട് ആഴ്ചകളാകുന്നു. 1 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറി നൽകേണ്ടതാണ് നിർദ്ദേശം. പദ്ധതി പ്രവർത്തനം ഏറ്റവും അധികം നടക്കുന്ന സാമ്പത്തിക വർഷാന്ത്യത്തിലാണ് ഈ പ്രതിസന്ധി. നിയന്ത്രണം നീക്കിയില്ലെങ്കിൽ പ്രവൃത്തികൾ നിർത്തിവെക്കുമെന്ന് കരാറുകാർ. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ദോഷമുണ്ടാകുന്ന ഒരു കാര്യമാണത്. കേരളത്തിലെ നിർമ്മാണ മേഖല ആകെ തന്നെ തകരാറിലേക്ക് പോവുകയാണ്. കാരണം ട്രഷറിയിൽ ഒരു പൈസ പോലും കിട്ടുന്നില്ല. കരാറുകാർക്ക് പണിയെടുത്ത കാശ് കിട്ടാത്ത അവസ്ഥയായതുകൊണ്ട് കരാറുകാർ പണികൾ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ മാർച്ച് മാസം 1-ാം തീയതി മുതൽ ഞങ്ങൾ പണികൾ നിർത്തിവെക്കാൻ ആലോചിക്കുകയാണ്. സിമന്റ് വില വർധനയും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. 1 മാസത്തിനിടെ 1 ചാക്ക് സിമന്റിന് വർദ്ധിച്ചത് 80 രൂപ വരെ. വില വർധന തടയാൻ സർക്കാർ ഇടപെടണം എന്നാണ് ആവശ്യം. ഈ മാസം 27-ന് നിർമ്മാണ മേഖലയിൽ ബന്ദിനും തീരുമാനമുണ്ട്.
വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. പെരുമ്പാവൂരിലും പള്ളിക്ക് മുന്നിൽ യാക്കോബായ ഓർത്തഡോക്സ് സംഘർഷം. ബദേൽ സുലാക്കോ പള്ളിയിൽ കുർബാനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വിഭാഗക്കാരെ യാക്കോബായ വിഭാഗം തടഞ്ഞു. പള്ളി ഗേറ്റ് അടച്ചതോടെ ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്ക് മുന്നിൽ പന്തൽ കെട്ടി പ്രതിഷേധവും തുടങ്ങി. ആലുവ പെരിയാറിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകം ശ്വാസം മുട്ടിച്ചാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല്ലപ്പെട്ട യുവതിയുടെ ശരീരത്തിൽ മറ്റു പരിക്കുകളില്ല. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നും സ്ഥിരീകരിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഞ്ചിക്കോട് വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ന്യൂസ് 18 കേരളയും കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇൻഡസ്ട്രിയൽ കോൺക്ലേവിന് പാലക്കാട് തുടക്കമായി. ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. 4 സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ചും പരിഹാരമാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ കോൺക്ലേവ്. 100 കണക്കിന് സംരംഭകർ പങ്കെടുത്ത കോൺക്ലേവിൽ വ്യവസായം നടത്താനുള്ള അവകാശം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന ആവശ്യമുയർന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞതുകൊണ്ട് മാത്രം വ്യവസായ മേഖലയിൽ വളർച്ചയുണ്ടാവില്ലെന്ന് മന്ത്രി പറഞ്ഞു. ആവശ്യങ്ങൾ അനുസരിച്ച് വ്യവസായങ്ങൾ തുടങ്ങണം. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കാൻ നടപടി ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. എൻ്റെ വകുപ്പ് എന്നുള്ള നിലയ്ക്ക് ഈ മേഖലയിൽ വെള്ളം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം രൂക്ഷമായിരുന്നു. ഞാൻ 2-3 ദിവസത്തിന് മുമ്പാണ് കഞ്ചിക്കോട് മേഖലയിൽ തന്നെ ഞാൻ തന്നെ അവിടെ പോയി അവിടെ കഞ്ചിക്കോട് മേഖലയിലേക്ക് എങ്ങനെ വെള്ളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുതിയ ഡാമിൻ്റെ ഒരു പ്രപ്പോസലുമായിട്ടാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ സർവേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടി എടുക്കുന്നുണ്ട്. ഫോക്കസ് ഓൺ ലേബർ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ CATU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അപ്പു, BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം വ്യവസായ നവോത്ഥാനം എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ പങ്കെടുക്കും. ന്യൂസ് 18 പാലക്കാട്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. RSS പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ സ്നേഹം കൊണ്ട് നേരിടണമെന്ന് രാഹുൽ ഗാന്ധി. രാജസ്ഥാനിലെ അജ്മീറിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് ഗുജറാത്തിലെത്തും. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ അഗ്നിബാധ. ഒരു കട കത്തി നശിച്ചു. അട്ടക്കുളങ്ങര റോഡിലുള്ള ആക്രിക്കടയാണ് പുലർച്ചെ കത്തി നശിച്ചത്. വയനാട് കൽപ്പറ്റയിൽ ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ സിന്ദൂർ ടെക്സ്റ്റൈൽസിന്റെ കെട്ടിടം കത്തിനശിച്ചു. പുലർച്ചെ 5:30യോടെയാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. രക്ഷാപ്രവർത്തനത്തിനിടെ 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും ഗ്ലാസ് പൊട്ടിത്തെറിച്ച് ഒരാൾക്കും പരിക്കേറ്റു.